കർത്താവിൽ പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ ശാബത്ത് സ്കൂൾ പഠനത്തിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. നാം ഈ ക്വാർട്ടറിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഭൂമിയെയും സ്വർഗത്തെയും ഏകീകരിക്കൽ, ഫിലിപ്പിയർ, കൊലോസ്യർ എന്നിവയിൽ ക്രിസ്തു എന്നുള്ളതായ പാഠമാണ്. നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത് ക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠത എന്നുള്ളതായ 8ാമത്തെ പാഠമാണ്. ഈ പാഠം ചർച്ച ചെയ്യുന്നതിനായി 2 പാസ്റ്റർമാർ നമുക്ക് സ്റ്റുഡിയോയിലുണ്ട്. നമുക്ക് അവരെ പരിചയപ്പെടാം. ഒപ്പം നിങ്ങളെല്ലാവരെയും ഇന്നത്തെ ഈ പഠനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പാസ്റ്റർ സന്തോഷ് ബർണബാസ് ഇന്ന് ഞങ്ങളോടൊപ്പം ഉള്ളതിൽ അതിയായ സന്തോഷമുണ്ട്. പാസ്റ്ററെ ഇന്നത്തെ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ പാസ്റ്റർ മഹേഷ് ഇന്ന് ഞങ്ങളോടൊപ്പം ഉള്ളതിൽ അതിയായ സന്തോഷമുണ്ട്. പാസ്റ്ററെയും ഇന്നത്തെ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു സർ. ഇന്നത്തെ പാഠത്തിൽ നാം ചിന്തിക്കുന്നത് കൊലോസ്യ ലേഖനത്തിൻ്റെ ആദ്യ അധ്യായങ്ങളാണ്. അതിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ എപ്രകാരമാണ് അപ്പോസ്തലനായ പൗലോസ് ചിത്രീകരിക്കുന്നത് എന്നതിനെക്കുറിച്ചാണ് നാം പ്രതിപാദിക്കാൻ പോകുന്നത്. കർത്താവിൻ്റെ അസ്തിത്വം എപ്രകാരം ദൈവത്തോട് സമമായിരിക്കുന്നു എന്നുള്ളത് വരച്ച് കാണിക്കുന്നതായ ഒരു ലേഖനം കൂടെയാണ് കൊലോസ്യ ലേഖനം. ഇന്ന് മനപ്പാഠവാക്യമായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് 1-ാം അധ്യായം 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങളാണ്. അത് ഇപ്രകാരം പറയുന്നു: എലിഹൂദ് ഏലിയാസറെ ജനിപ്പിച്ചു, ഏലിയാസർ മദ്ദാനെ ജനിപ്പിച്ചു, മദ്ദാൻ യാക്കോബിനെ ജനിപ്പിച്ചു, യാക്കോബ് മറിയയുടെ ഭർത്താവായ യോസഫിനെ ജനിപ്പിച്ചു, അവളിൽ നിന്ന് ക്രിസ്തു എന്ന് പേരുള്ള യേശു ജനിച്ചു. ഇങ്ങനെ തലമുറകൾ ആകെ അബ്രഹാം മുതൽ ദാവീദ് വരെ 14, ദാവീദ് മുതൽ ബാബേൽ പ്രവാസത്തോളം 14, ബാബേൽ പ്രവാസം മുതൽ ക്രിസ്തുവോളം 14 ആകുന്നു. ഇവിടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വംശപാരമ്പര്യത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. കർത്താവായ യേശു ക്രിസ്തു എങ്ങനെയാണ് ഈ പാരമ്പര്യത്തിൽ അഥവാ മനുഷ്യ കുലത്തിൽ ജനിച്ചത് എന്ന് ഇവിടെ പ്രതിപാദിക്കുന്നു. പാസ്റ്റർ മഹേഷ്, നമുക്ക് കർത്താവിൻ്റെ ഒരു പ്രതിച്ഛായ നമ്മളിലുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. കാരണം ഉൽപ്പത്തി പുസ്തകം നാം പരിശോധിക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ സ്വന്തം സാദൃശ്യപ്രകാരവും മാതൃക പ്രകാരവുമാണ് നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് വേദപുസ്തകം പറയുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ പ്രതിച്ഛായ എന്ന് പറയുമ്പോൾ കർത്താവ് യേശു ക്രിസ്തുവിൽ എന്താണ് നമ്മൾ കണ്ടത് എന്ന് വേദപുസ്തകം പറയുന്നത്? ഇവിടെ ദൈവത്തിൻ്റെ പ്രതിച്ഛായ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, പ്രതിച്ഛായ എന്ന് പറഞ്ഞാൽ ഒന്നിനെ പോലെ മറ്റൊന്ന്, ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ പ്രതിച്ഛായയിൽ മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നു. അപ്പോൾ കൊലോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ ദൈവത്തിൻ്റെ പ്രതിച്ഛായ, തത്വത്തിൻ്റെ പ്രതിച്ഛായയാണ് പുത്രനായ ക്രിസ്തു എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ പിതാവായ ദൈവത്തിൻ്റെ പ്രതിച്ഛായയായി പുത്രനായ ക്രിസ്തു എങ്ങനെ നിലകൊള്ളുന്നു എന്നതിനെക്കുറിച്ചാണ് ഇവിടെ പൗലോസ് അപ്പോസ്തലൻ വളരെ വ്യക്തമായിട്ട് വരച്ച് കാണിച്ചിരിക്കുന്നത്. ഇന്ന് നമ്മൾ ലോകത്തിലേക്ക് നോക്കുമ്പോൾ ആ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിന് ശേഷം മുതൽക്ക് തന്നെ ഇങ്ങോട്ട് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അസ്തിത്വത്തെക്കുറിച്ച് നിലനിൽക്കുന്ന നിരവധി ചോദ്യങ്ങളുണ്ട്. പലരും വിശ്വസിക്കുന്നില്ല കർത്താവായ യേശു ക്രിസ്തു ദൈവമാണ് എന്ന്. എന്നാൽ ഇവിടെ കൊലോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ അടിവരയിട്ട് പറയുന്നതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. കർത്താവായ യേശു ക്രിസ്തു സൃഷ്ടികർത്താവാണ് എന്ന് വെളിപ്പെടുത്തി നൽകുന്നു. കർത്താവായ യേശു ക്രിസ്തു പിതാവായ ദൈവത്തിന് തുല്യനാണ്, സമനാണ് എന്ന് രേഖപ്പെടുത്തുന്നു. അതുപോലെ കർത്താവായ യേശു ക്രിസ്തു ദൈവമാണ് എന്ന് വരച്ച് കാട്ടുന്നു. അതുകൊണ്ട് പിതാവായ ദൈവത്തിൻ്റെ ഏറ്റവും മഹത്വകരമായ പ്രതിച്ഛായ എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തു ആണ് എന്ന് ഇവിടെ പൗലോസ് അപ്പോസ്തലൻ നമ്മൾക്ക് വെളിപ്പെടുത്തി തരുന്നു. കൊലോസ് ലേഖനം അപ്പോസ്തലനായ പൗലോസ് പറയുന്ന 1-ാം അധ്യായം 9-ാം വാക്യം പറയുന്നത്, അവനിലല്ലോ ദൈവത്തിൻ്റെ സകല സമ്പൂർണ്ണതയും ദേഹരൂപത്തിൽ വസിക്കുന്നത്. കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞു, എന്നെ കണ്ടിരിക്കുന്നവൻ എൻ്റെ പിതാവിനെ കണ്ടിരിക്കുന്നു. എങ്ങനെയാണ് നമുക്ക് യേശു ക്രിസ്തുവിനെ കാണുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ പിതാവിനെ കാണുവാൻ തക്കവണ്ണം സാധിക്കും? വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത് പിതാവിനെ ആരും ഒരു നാളും കണ്ടിട്ടില്ല എന്നതാണ് പഠിപ്പിക്കുന്നത്. ആ വാക്യത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ ക്രിസ്തു പിതാവിനെ വെളിപ്പെടുത്തി. എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പിതാവ് പ്രവർത്തിക്കുന്നുണ്ട്, അതുപോലെ ക്രിസ്തുവും പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പിതാവും പുത്രനും ഒന്നാണ് എന്ന് നമ്മളെ പഠിപ്പിക്കുന്നു. ആദി മുതൽ തന്നെ, സൃഷ്ടിപ്പിൻ്റെ സമയം മുതൽ തന്നെ ആദിയിൽ വചനമുണ്ടായി എന്ന് യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യം മുതലേ നമുക്കത് കാണാൻ സാധിക്കുകയാണ്. ഇനി പിതാവിൻ്റെ സ്വഭാവം ആണ് ക്രിസ്തുവിൻ്റെ സ്വഭാവമെന്ന് നമ്മളെ പഠിപ്പിക്കുന്നു. കരുണയുള്ള സ്വഭാവം, നീതിയുള്ള സ്വഭാവം. ഇങ്ങനെ ക്രിസ്തുവിൻ്റെ ഓരോ ചലനങ്ങളും ഓരോ പ്രവർത്തനങ്ങളും അത് സ്വർഗസ്ഥ പിതാവിനെ പ്രതിഫലിപ്പിക്കുന്നതാണ് എന്നത് നമുക്ക് കൊലോസ്യ ലേഖനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു.
കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞിരിക്കുന്നത്, എന്നെ കണ്ടിരിക്കുന്നവൻ എൻ്റെ പിതാവിനെ കണ്ടിരിക്കുന്നു എന്നാണ്. ഞാനും എൻ്റെ പിതാവും ഒന്നാകുന്നു. കർത്താവായ യേശു ക്രിസ്തുവിന് എങ്ങനെയാണ് പിതാവിനെ ഒരു ന്യൂനതയും കൂടാതെ, ഒരു കുറവും കൂടാതെ, ആ ദൈവത്തിൻ്റെ മഹത്വത്തോടുകൂടെ തന്നെ മനുഷ്യനായിരിക്കുന്നതായ കർത്താവായ യേശു ക്രിസ്തുവിന് പിതാവിനെ വെളിപ്പെടുത്തുവാൻ കഴിയുന്നത്? ഇവിടെ നോക്കുമ്പോൾ അതുല്യമായിട്ട് പുത്രനായ ക്രിസ്തുവിനല്ലാതെ മറ്റാർക്കും അത്രത്തോളം പിതാവായ ദൈവത്തെ വെളിപ്പെടുത്തുവാൻ അസാധ്യമാണ്. കാരണം ഒരു പുത്രന് മാത്രമേ തൻ്റെ പിതാവിനെ വ്യക്തമായിട്ട് വെളിപ്പെടുത്തുവാൻ സാധിക്കുകയുള്ളൂ. ഒരു ദൈവത്തിന് മാത്രമേ ആ ദൈവത്തിൽ അടങ്ങിയിരിക്കുന്ന, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സമാനമായിരിക്കുന്ന പിതാവിനെ വെളിപ്പെടുത്തുവാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ കർത്താവായ യേശു ക്രിസ്തു പിതാവായ ദൈവത്തെ വെളിപ്പെടുത്തി എന്ന് പറയുമ്പോൾ, കർത്താവായ യേശു ക്രിസ്തു ഒരിക്കൽ തന്നെ ശ്രവിച്ചതായിട്ടുള്ള മത നേതാക്കന്മാരോട് ഇപ്രകാരം പറയുന്നു, ഞാൻ അബ്രഹാമിന് മുമ്പേ ഉണ്ട്. അപ്പോൾ അബ്രഹാം പിതാവ് യഹൂദന്മാർക്ക് ഏറ്റവും ശ്രേഷ്ഠനായിരിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്നാൽ ക്രിസ്തു പറയുന്നു, അയാം, ഞാൻ അബ്രഹാമിന് മുമ്പേ ഉണ്ട് എന്ന്. ഇതേ ദൈവം തന്നെയാണ് മോശയ്ക്ക് മുൾപടർപ്പിൽ പ്രത്യക്ഷനായി എന്ന് കാണുവാൻ സാധിക്കും. അവിടെ ദൈവം മോശയ്ക്ക് പരിചയപ്പെടുത്തുന്നത്, ഐ ആം ദാറ്റ് ഐ ആം, ഞാനാകുന്നവൻ ഞാനാകുന്നു എന്നുള്ളവൻ ഞാൻ നിനക്ക് വെളിപ്പെടുത്തുന്നു. ഇനി ഈ ദൈവത്തെക്കുറിച്ച് യെശയ്യാ പ്രവാചകൻ പറയുന്നതായിട്ടുള്ള ഒരു കാര്യം, യെശയ്യാ പ്രവാചകൻ അവിടെ പറയുന്നത്, കർത്താവ് യേശു ക്രിസ്തുവിനെ യോഹന്നാൻ സ്നാപകനുമായിട്ട് ബന്ധപ്പെടുത്തി പറയുമ്പോൾ, അവിടെ കർത്താവ് യേശു ക്രിസ്തുവിനെ പിതാവായ ദൈവത്തെയും പുത്രനെയും തമ്മിൽ ചേർത്ത് പറയുന്നതായിട്ടുള്ള ഭാഗത്തു നിന്നും നമുക്ക് കാണുവാൻ സാധിക്കും, പിതാവും പുത്രനും ഒന്നാകുന്നു എന്ന്. ഇവിടെ കർത്താവായ യേശു ക്രിസ്തു പിതാവായ ദൈവത്തിൻ്റെ സ്വഭാവത്തെ വെളിപ്പെടുത്തി കൊടുത്തുകൊണ്ട് പിതാവായ ദൈവം എന്താണ് എന്ന് പുത്രനായ ക്രിസ്തു മനസ്സിലാക്കി കൊടുക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. ഇവിടെ പിതാവായ ദൈവം എന്താണ് എന്ന് പുത്രനായ ക്രിസ്തു ഈ ഭൂമിയിൽ ജീവിച്ച് കാണിച്ചു കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. കർത്താവായ യേശു ക്രിസ്തുവിന് മാത്രമേ പിതാവിനെ വെളിപ്പെടുത്തുവാൻ കഴിയുകയുള്ളൂ എന്ന് നിക്കോദീമോസിനോട് കർത്താവായ യേശു ക്രിസ്തു സംസാരിച്ചപ്പോൾ പറയുകയുണ്ടായി. സ്വർഗത്തിൽ ഇരിക്കുന്നവനും അവിടെ ഇരുന്നവനും ഇപ്പോൾ നിന്നോട് സംസാരിക്കുന്നവനുമായ ഞാൻ സ്വർഗത്തിലുള്ളതായ കാര്യങ്ങൾ നിന്നോട് പറയുമ്പോൾ നിനക്ക് അത് മനസ്സിലാകുന്നില്ല, പിന്നെ നിനക്ക് എങ്ങനെ മനസ്സിലാകും എന്നൊക്കെ ചോദിക്കുന്നതായിട്ട് കാണുവാൻ കൊണ്ട് സാധിക്കും. നമുക്കൊരു ചെറിയ ഇടവേളയുടെ സമയമാണ്. പ്രിയ പ്രേക്ഷകരെ, ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ മടങ്ങി വരും. ഞങ്ങളോടൊപ്പമായിരിക്കും. പ്രിയ ദൈവമക്കളെ, ഈ ചർച്ചയിലേക്ക് വീണ്ടും നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. പാസ്റ്റർ സന്തോഷ്, കർത്താവായ യേശു ക്രിസ്തുവിനെ ദൈവം എങ്ങനെയാണ് ഭൂമിയിലേക്ക് അയച്ചതെന്നും യേശു ക്രിസ്തു എങ്ങനെയാണ് ദൈവത്തെ വെളിപ്പെടുത്തിയത് എന്നുമാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിൻ്റെ വചനത്തിൽ, പ്രത്യേകിച്ച് കൊലോസ്യ ലേഖനത്തിൽ തന്നെ പറയുന്നത്, കർത്താവ് ആദ്യജാതൻ ആണ് എന്ന് അപ്പോസ്തലനായ പൗലൂസ് എഴുതുന്നുണ്ട്. ഈ ആദ്യജാതൻ എന്ന വാക്കുകൊണ്ട് നമ്മൾ എങ്ങനെയാണ് യേശു ക്രിസ്തുവിനെ മനസ്സിലാക്കുന്നത്? നമ്മൾ ഈ സമയത്ത് യോഹന്നാന്റെ സുവിശേഷം 3:16 നമ്മൾ പരിശോധിക്കുമ്പോൾ പിതാവിൻ്റെ പുത്രൻ എന്നതും നമുക്കവിടെ കാണാൻ സാധിക്കുന്നു. മറിയയുടെ ആദ്യജാതൻ എന്നും നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇങ്ങനെ നമ്മൾ വേദപുസ്തകം പരിശോധിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിനെ ഏകജാതൻ അല്ലെങ്കിൽ ആദ്യജാതൻ എന്നുള്ള രീതിയിലാണ് നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടുള്ളത്. അതുപോലെ തന്നെ കൊലോസ്യ ലേഖനം 1 അതിൻ്റെ 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ പിതാവ് ആരാണ് എന്ന് നമുക്കവിടെ വ്യക്തമായിട്ട് കാണിച്ചു തരികയാണ്. അങ്ങനെ നമുക്ക് ക്രിസ്തു എന്നത് ആദ്യജാതനാണ് എന്ന് തെളിയിക്കുന്ന നിരവധി വചനങ്ങൾ നമ്മുടെ മുൻപിലുണ്ട് എന്നത് നമുക്ക് ഇതിൽ നിന്ന് പഠിക്കാൻ സാധിക്കുന്നതാണ്. ഈ ആദ്യജാതൻ എന്ന് പറയുന്നത് ആദ്യമായി ജനിച്ചവൻ എന്നുള്ളതല്ല. പക്ഷേ വേദപുസ്തകത്തിൽ പഴയ നിയമകാലത്തിലൊക്കെ ഈ ആദ്യജാതന് നൽകുന്നതായ ഒരു പദവി, ആദ്യജാതന് ലഭിക്കുന്നതായ അധികാരം, ഇത് കാണിക്കുന്നതിന് വേണ്ടിയാണ് ആദ്യജാതൻ എന്ന് പറയുന്നത്. അങ്ങനല്ലേ പാസ്റ്റർ? അതെ അതെ. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം തന്നെ 1 അതിൻ്റെ 15 മുതൽ 17 വരെയുള്ളതായ ഭാഗങ്ങളിൽ യേശുവിനെ സകല സൃഷ്ടികൾക്കും മീതെ ആദ്യജാതൻ എന്ന് പറയുന്നു. അത് എങ്ങനെ നാം മനസ്സിലാക്കും? ഇവിടെ കർത്താവായ യേശു ക്രിസ്തുവിനെ സകല സൃഷ്ടികൾക്കും മീതെ ആദ്യജാതൻ എന്ന് പറയുമ്പോൾ, ആദ്യജാതൻ എന്ന് പറയുന്നത് ആദ്യമായി ജനിച്ചത് കൊണ്ടല്ല ഒരാളുടെ ആദ്യജാതൻ എന്ന് പറയുന്നത്. ഇവിടെ ആദ്യജാതൻ എന്ന് പറയുന്നത് നമ്മൾ പഴയ നിയമപുസ്തകം പരിശോധിക്കുമ്പോൾ ഒരു വ്യക്തിക്ക് നൽകുന്നതായിട്ടുള്ള പദവിയാണ് ആദ്യജാതൻ. ആ വ്യക്തിയുടെ പദവിയാണത്. ഇവിടെ കർത്താവായ യേശു ക്രിസ്തുവിനെ സകല സൃഷ്ടികൾക്ക് മീതെ ആദ്യജാതൻ എന്ന് പറയുവാനുള്ള കാരണം, കർത്താവായ യേശു ക്രിസ്തുവാണ് സകലത്തിൻ്റെയും സൃഷ്ടികർത്താവ്.
യോഹന്നാൻ അപ്പോസ്തലൻ വളരെ വ്യക്തമായിട്ട് പറയുന്നു കർത്താവ് യേശുക്രിസ്തുവിലൂടെയാണ് സകലതും സൃഷ്ടിക്കപ്പെട്ടത് എന്ന്. അത് തന്നെ ഇവിടെ പൗലോസ് അപ്പോസ്തലനും സമർത്ഥിക്കുവാൻ ശ്രമിക്കുന്നു. കർത്താവ് യേശുക്രിസ്തുവാണ് സകലത്തിൻ്റെയും സൃഷ്ടികർത്താവ്. അതുകൊണ്ട് ക്രിസ്തു മുഖാന്തരമല്ലാതെ ഒന്നും ഉളവായിട്ടില്ല എന്ന് യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നത് പോലെ അവിടെ യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു, അവൻ മുഖാന്തരം സകലതും ഉളവായി. കർത്താവ് യേശുക്രിസ്തു മുഖാന്തരമാണ് സകലതും ഉളവായത്, അല്ലെങ്കിൽ ക്രിസ്തുവാണ് സകലത്തിൻ്റെയും സൃഷ്ടികർത്താവ് എന്ന് അവിടെ പറയുമ്പോൾ ഇവിടെ പൗലോസ് അപ്പോസ്തലൻ എടുത്തു പറയുന്നത് സകലത്തിൻ്റെയും സൃഷ്ടികർത്താവായിരിക്കുന്ന ക്രിസ്തു സകലത്തെയും 6 ദിവസം കൊണ്ട് സകല ചരാചരത്തെയും സൃഷ്ടിച്ച ക്രിസ്തു സകല അധികാരങ്ങൾക്കും വാഴ്ചകൾക്കും മറ്റെല്ലാത്തിനും ആദ്യജാതൻ, അല്ലെങ്കിൽ എല്ലാത്തിൻ്റെയും സൃഷ്ടികർത്താവാണ് ക്രിസ്തു എന്ന് പൗലോസ് അപ്പോസ്തലൻ വ്യക്തമായിട്ട് ഇവിടെ സമർത്ഥിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ അപ്പോസ്തലനായ പൗലോസിൻ്റെ മറ്റൊരു പരാമർശമാണ് ക്രിസ്തു സഭയുടെ തലവൻ എന്നുള്ളത്. എന്തുകൊണ്ടാണ് യേശു ക്രിസ്തുവിനെ സഭയുടെ തലവനായിട്ട് അപ്പോസ്തലനായ പൗലോസ് ചിത്രീകരിക്കുന്നത്? കൊലോസ്യർ ലേഖനം 1-18 വാക്യം വായിക്കുമ്പോഴാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ക്രിസ്തു സഭയുടെ തലവനായിട്ട് നമുക്കവിടെ കാണാൻ സാധിക്കുന്നു. അതുപോലെ ഇവിടെ ആദ്യജാതനെന്ന് പറഞ്ഞു, മരിച്ചവരുടെ ഇടയിൽ നിന്ന് ആദ്യജാതനായും കർത്താവായ യേശു ക്രിസ്തുവിനെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഇങ്ങനെ വേദപുസ്തകം പരിശോധിക്കുമ്പോൾ ക്രിസ്തു സഭയുടെ തലവനായിരിക്കുന്നത് കാരണം എല്ലാത്തിൻ്റെയും കേന്ദ്രമെന്ന് പറയുന്നത് ഒരു മനുഷ്യ തലയാണ്. അപ്പോൾ ആ തലയെന്ന് പറയുന്നത് ആ തലയുടെ പ്രവർത്തനമാണ് ആ ശരീരത്തെ മുഴുവനും നിയന്ത്രിക്കുന്നത്. അത് ഇവിടെ കർത്താവായ യേശു ക്രിസ്തുവിനെ സഭയുടെ തലയെന്ന് പറയുമ്പോൾ ആ കർത്താവായ യേശുക്രിസ്തുവിൽ ഊന്നിയുള്ള പ്രവർത്തനമാണ് ആ സഭ മുന്നോട്ട് വയ്ക്കുന്നത്. ഇതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ പരാമർശിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പാസ്റ്റർ, അതുപോലെ തന്നെ കർത്താവായ യേശുക്രിസ്തുവിനെ സകല സൃഷ്ടിയുടെ ആരംഭം എന്നും ഇതുപോലെ തന്നെ അവൻ കർത്താവായ യേശുക്രിസ്തു എല്ലാത്തിനും തലവൻ ആണ് എന്നുള്ളതായ 2 കാര്യങ്ങൾ നമ്മളിവിടെ ചർച്ച ചെയ്തു. അപ്പോൾ തലവനായിരിക്കുക, ആരംഭമായിരിക്കുക, ഇത് തമ്മിൽ എങ്ങനെയാണ് ബന്ധിപ്പിക്കാൻ കഴിയുന്നത്? ഇവിടെ കർത്താവായ യേശുക്രിസ്തു സഭയ്ക്ക് തലയായിരിക്കുന്നു എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുന്നു ക്രിസ്തു ആകുന്ന തല, സഭയുടെ തല എന്ന് പറയുന്നത് ക്രിസ്തുവാണ്. അതായത് ആ ക്രിസ്തുവിൽ ഏകീഭവിച്ച് സഭയുടെ മറ്റ് വ്യക്തികളായിരിക്കുന്ന അവയവങ്ങൾ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കേണ്ടതിൻ്റെ ആവശ്യകതയെ അവിടെ എടുത്തു കാണിക്കുന്നു. ക്രിസ്തുവാകുന്ന തലയോളം നമ്മൾ എത്തപ്പെടണം, അല്ലെങ്കിൽ തലയോളം വളരണം. അതുപോലെ തന്നെ ഇവിടെ ക്രിസ്തുവിനെ കാണിക്കുന്നതാണ് ക്രിസ്തു മരിച്ചവരിൽ ആദ്യജാതൻ എന്ന് പറയുന്നു. അതുപോലെ സകലത്തിൻ്റെയും സൃഷ്ടിയുടെയും ആരംഭം കർത്താവായ യേശു ക്രിസ്തു എന്ന് പറയുന്നത്. കാരണം ക്രിസ്തുവാണ് സകലതും സൃഷ്ടിച്ചത്, ക്രിസ്തുവാണ് സൃഷ്ടികർത്താവ്. അതുപോലെ തന്നെ മരിച്ചവരിൽ ആദ്യജാതൻ എന്ന് ക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ലായിരുന്നുവെങ്കിൽ, മരിച്ച് ഉയർത്തെഴുന്നേറ്റിട്ടില്ലായിരുന്നുവെങ്കിൽ നമുക്ക് ആർക്കും, അല്ലെങ്കിൽ ആ ക്രിസ്തുവിൽ മരിക്കുന്നവരായിരിക്കുന്ന ആർക്കും ഉയർക്കുവാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് ക്രിസ്തുവിനെ മരിച്ചവരിൽ ആദ്യജാതൻ. കാരണം ക്രിസ്തുവാണ് മരണത്തെയും പാതാള ഗോപുരങ്ങളെയും തോൽപ്പിച്ച് ഉയർത്തെഴുന്നേറ്റ് വന്നത്. ആ ക്രിസ്തു മരിക്കുന്നതിന് മുമ്പ് തന്നെ ക്രിസ്തുവിനെക്കുറിച്ച് പറയുന്നത് ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്നാണ്. ആ അർത്ഥത്തിലാണ് കർത്താവ് യേശു ക്രിസ്തുവിനെ ഇവിടെ മരിച്ചവരിൽ ആദ്യജാതനെന്നും സകല സൃഷ്ടിയുടെയും സൃഷ്ടികർത്താവായിരിക്കുന്നത് കൊണ്ടാണ് ക്രിസ്തുവിനെ സകല സൃഷ്ടികൾക്കും മേലായവൻ എന്നും, അതുപോലെ തന്നെ സഭയ്ക്ക് സ്വന്തം ജീവനെ നൽകി വീണ്ടെടുത്തതായിട്ടുള്ള ക്രിസ്തു സ്ത്രീക്ക് പുരുഷൻ തലയായിരിക്കുന്നത് പോലെ ക്രിസ്തു സഭയ്ക്ക് തലയായിരിക്കുന്നു എന്ന് പൗലോസ് അപ്പോസ്തലൻ എഫെസ്യർക്ക് എഴുതിയ ലേഖനത്തിലൂടെ നമുക്ക് കാണിച്ചു തരുന്നു. അപ്പോൾ തലയാണ് ഏറ്റവും മുകളിൽ, അതായത് ക്രിസ്തുവാണ് സകലത്തിനും മുകളിൽ എന്ന് പൗലോസ് അപ്പോസ്തലൻ സമർത്ഥിക്കുന്നതിന് വേണ്ടിയാണ് ഈ വക കാര്യങ്ങളൊക്കെയും നമുക്ക് പറഞ്ഞു തരുന്നത്. ചിലർ പറയുന്നത് കർത്താവായ യേശു ക്രിസ്തു സൃഷ്ടിയുടെ ആരംഭം എന്ന് പറഞ്ഞാൽ ദൈവം ആദ്യമായി സൃഷ്ടിച്ചത് കർത്താവായ യേശു ക്രിസ്തുവിനെയാണ്, പിന്നീടാണ് യേശു ക്രിസ്തു മറ്റെല്ലാത്തിനെയും സൃഷ്ടിച്ചത് എന്ന് പറയുന്നതായ ഒരു കാഴ്ചപ്പാടുണ്ട്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിനെ സൃഷ്ടിക്കപ്പെട്ടതല്ല, അവൻ പിതാവിനോടൊപ്പം ആദ്യം മുതൽ ഉണ്ടായിരുന്നതും സകലത്തിനും കാരണഭൂതനുമായിരിക്കുന്നുവെന്ന് നാം യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണുവാൻ സാധിക്കും. അവിടെ പറയുന്നത് ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ജഡമായി മനുഷ്യരുടെ ഇടയിൽ പാർത്തു എന്ന് 14-ാമത്തെ വാക്യം പറയുന്നു. പിന്നും പറയുന്നത് അവൻ മുഖാന്തരമല്ലാതെ ഉളവായതൊന്നും ഉളവായതില്ല, സകലവും അവൻ മുഖാന്തരം
ഉളവായി. അപ്പോൾ കർത്താവ് യേശു ക്രിസ്തു സൃഷ്ടികർത്താവാണ് എന്ന് ഈ ഭാഗം വളരെ വ്യക്തമായിട്ട് പറയുന്നു. അതല്ലാതെ കർത്താവ് യേശു ക്രിസ്തുവിനെ സൃഷ്ടിച്ചതായ ഒരു ബീയിങ് ആയിട്ട് വേദപുസ്തകം ഒരിക്കലും പറയുന്നില്ല. നാം ഈ പാഠത്തിൻ്റെ ആഴത്തിലേക്ക് പോകുമ്പോഴും അടുത്ത് 1-2 പാഠങ്ങൾ പഠിക്കുമ്പോഴും ഒക്കെ കർത്താവ് യേശു ക്രിസ്തുവിനെ ദൈവമായി അഭിസംബോധന ചെയ്യുന്നതും ദൈവമായി വിളിക്കുന്നതും ദൈവമായി ആരാധിക്കുന്നതുമായ സംഭവങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ വരും പാഠങ്ങളിലൂടെ പഠിക്കുവാൻ തക്കവണ്ണം പോവുകയാണ്. കർത്താവ് യേശു ക്രിസ്തു ദൈവമായിരിക്കെ അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയർക്ക് ലേഖനം എഴുതുമ്പോൾ പറയുന്നത് പോലെ അവൻ ദൈവമായിരിക്കെ സകലവും എന്ത് ചെയ്തു, വെടിഞ്ഞ് ഭൂമിയിൽ മനുഷ്യനായി വന്നു എന്നാണ് പറയുന്നത്. നമുക്ക് ഇപ്പോൾ ഒരു ഇടവേളയുടെ സമയമാണ്. ഇടവേളയ്ക്ക് ശേഷം നമ്മളിത് വീണ്ടും ചർച്ച ചെയ്യും. പ്രിയ പ്രേക്ഷകരെ, ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ മടങ്ങി വരും. ഞങ്ങളോടൊപ്പം ആയിരിക്കാം. പ്രിയ ദൈവമക്കളെ, ഈ ചർച്ചയിലേക്ക് വീണ്ടും നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഫസ്റ്റ് കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് നാം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തു പുനരുത്ഥാനത്തിൻ്റെ ആരംഭമാണ് എന്ന് വേദപുസ്തകം പറയുന്നു. എന്തുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തു പുനരുത്ഥാനത്തിൻ്റെ ആരംഭമാണെന്ന് പറയാൻ കാരണം? അത് പറയും മുമ്പ് നമുക്കൊരു കാര്യം പറഞ്ഞു. സൃഷ്ടിപ്പിൻ്റെ ആരംഭം കുറിച്ചത് ക്രിസ്തുവാണ്. അപ്പോൾ പുനരുദ്ധാനത്തിന് ആരംഭം കുറിച്ചതും ക്രിസ്തുവാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. പ്രത്യേകിച്ച് ഈ വാക്യങ്ങളെ വായിക്കുമ്പോൾ നമുക്കവിടെ കാണാൻ സാധിക്കുന്നത് ഇങ്ങനെയാണ്. കർത്താവ് തന്നെ പുനരുദ്ധാന സമയത്ത്, അല്ലെങ്കിൽ കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, എന്നിൽ വിശ്വസിപ്പിൻ, എൻ്റെ ദൈവത്തിൽ വിശ്വസിപ്പിൻ, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയില്ലായിരുന്നു എന്ന് യോഹന്നാൻ സുവിശേഷത്തിൽ പറഞ്ഞു. ആ പറഞ്ഞിട്ട് നമുക്ക് സ്ഥലമൊരുക്കുവാൻ പോയി. കാരണം ഒരു പുനരുദ്ധാനമുണ്ട് എന്ന് നമ്മളെ പഠിപ്പിച്ചത് ക്രിസ്തുവാണ്. കാരണം ക്രിസ്തു 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റില്ലായിരുന്നു എങ്കിൽ നമുക്ക് ആർക്കും പുനരുദ്ധാനം ഇല്ല എന്നതാണ്. അപ്പോൾ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ച് ഉയർത്തെഴുന്നേറ്റു, അവൻ നമുക്ക് വേണ്ടി സ്ഥലമൊരുക്കാൻ പോയി എന്നത് അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യരുടെ ലേഖനത്തിൽ വളരെ ശക്തമായിട്ട് പ്രതിപാദിക്കുകയാണ്. അപ്പോൾ ഈ വാക്യങ്ങൾ കൊണ്ട് ഈ വാക്യങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ യേശു ആദ്യമായിട്ട് പുനരുദ്ധാനം നടത്തി അല്ലെങ്കിൽ പുനരുദ്ധാനം ചെയ്തു എന്ന് നമുക്ക് മനസ്സിലാക്കാനും കഴിയുന്നു. അതുപോലെ തന്നെ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് ഒരു നിരപ്പിൻ്റെ അനുഭവം ഉണ്ടാക്കി, ഒരു അനുരഞ്ജനം, ദൈവവുമായിട്ടുള്ളതായ ഒരു വേർപാട് മാറ്റി കർത്താവ് നമ്മെ ഒന്നാക്കി തീർത്തു എന്ന് പറയുന്നു. എങ്ങനെയാണ് കർത്താവ് യേശു ക്രിസ്തുവിന് നമ്മെ ദൈവത്തോട് നിരപ്പിക്കുവാൻ അല്ലെങ്കിൽ അനുരഞ്ജനപ്പെടുത്തുവാൻ തക്കവണ്ണം കഴിഞ്ഞത്? ഇവിടെ നമുക്കെല്ലാവർക്കും അറിയാം, യെശയ്യാ പ്രവാചകൻ പറയുന്നു, പാപം അത്രേ നമ്മളെയും നമ്മുടെ ദൈവത്തെയും തമ്മിൽ മാറ്റിയിരിക്കുന്നത് അല്ലെങ്കിൽ അകൽച്ച വന്നിരിക്കുന്നത്. നമ്മളെ ദൈവത്തിൽ നിന്നും അകറ്റുന്നതായിട്ടുള്ള ഒരു കാര്യമാണ് പാപം എന്ന് പറയുന്നത്. ആദിമ മാതാപിതാക്കളുടെ പാപത്തിൻ്റെ ഫലമായിട്ട് ദൈവവും മനുഷ്യനും തമ്മിലൊരു വിള്ളൽ അല്ലെങ്കിൽ ഒരു അന്തരം ഉണ്ടായി. ഈ അന്തരത്തെ നീക്കുന്നതിന് വേണ്ടിയാണ് കർത്താവ് യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത് എന്ന് കാണുവാൻ സാധിക്കും. കാരണം ക്രിസ്തുവിനെക്കുറിച്ച് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് കർത്താവ് യേശു ക്രിസ്തു ഒടുക്കത്തെ ആദാം എന്നാണ്. അപ്പോൾ ആദ്യത്തെ ആദമിൻ്റെ പാപത്തിൻ്റെ ഫലമായിട്ട് ദൈവത്തിനും മനുഷ്യനും ഇടയിൽ വന്നതായിട്ടുള്ള വിള്ളൽ നീക്കുന്നത് ഒടുക്കത്തെ ആദമായിരിക്കുന്ന കർത്താവ് യേശു ക്രിസ്തുവാണ്. ആ കർത്താവ് യേശു ക്രിസ്തു ഈ നിരപ്പിൻ്റെ അനുഭവത്തെക്കുറിച്ച് എഫെസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, നടുചുവരിനെ 2 നീക്കി, ദൈവവും മനുഷ്യനും തമ്മിലുള്ള വിള്ളലിനെ 2 നീക്കി ഇരുപക്ഷത്തെയും ഒന്നാക്കുന്നതിന് വേണ്ടിയാണ് കർത്താവ് യേശു ക്രിസ്തു വന്നത് എന്നാണ്. എപ്രകാരമാണ് അത് സംഭവിച്ചത് എന്ന് ചോദിച്ചാൽ നമുക്കറിയാം, പാപം ദൈവത്തെയും മനുഷ്യനെയും തമ്മിൽ അകറ്റുമ്പോൾ ഒരു പാപിയായ മനുഷ്യന് ദൈവത്തിൻ്റെ മുമ്പാകെ നിൽക്കുവാൻ കഴിയാത്തതായിട്ടുള്ള സാഹചര്യത്തിൽ ദൈവത്തെയും മനുഷ്യനെയും തമ്മിൽ ചേർക്കുന്നത് കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തോടു കൂടിയാണ്. അങ്ങനെ കർത്താവ് യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചതിലൂടെ, കർത്താവ് യേശു ക്രിസ്തു നമുക്ക് ഓരോരുത്തർക്കും യാഗമായി തീർന്നതിലൂടെ, ഇതിനെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ തന്നെ പറയുന്നത്, ക്രിസ്തു ഊനമില്ലാത്ത കുഞ്ഞാട് അല്ലെങ്കിൽ പാപമില്ലാത്ത, പാപമൊഴികെ മറ്റെല്ലാത്തിലും നമുക്ക് സമനായിരിക്കുന്ന ക്രിസ്തു, പാപത്തിൻ്റെ അവസ്ഥ ഇല്ലാത്തതായിട്ടുള്ള ക്രിസ്തുവിനെ പിതാവായ ദൈവം പാപമാക്കി തീർത്തു എന്നാണ് തിരുവചനം പറയുന്നത്. അങ്ങനെ പിതാവായ ദൈവം പുത്രനായ ക്രിസ്തുവിനെ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി പാപമാക്കി തീർത്തത് കൊണ്ട് പാപികളായിരിക്കുന്ന നമുക്ക് ദൈവത്തോട് അനുരഞ്ജനമുണ്ടാകുവാൻ അല്ലെങ്കിൽ ദൈവത്തോട് അടുക്കുവാൻ സാധിച്ചു എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. ആ ക്രിസ്തു ദൈവമാണ് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ആ ദൈവം തൻ്റെ സ്വരൂപത്തെ വിട്ട് അല്ലെങ്കിൽ പിതാവായ ദൈവത്തോടുള്ള സമത്വം വിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് മനുഷ്യനായി ജീവിച്ച് മനുഷ്യനായി മരിച്ച് നമ്മുടെ പാപങ്ങളെല്ലാം പോറ്റി
അല്ലെങ്കിൽ ക്രൂശിൽ വഹിച്ച് മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ കൈവശമാക്കിയപ്പോൾ നമ്മുടെ താഴ്ചയുള്ള രൂപങ്ങളെ ദൈവത്തിൻ്റെ പുനരുത്ഥാനത്തിൽ ആ ദൈവത്തെ പോലെ മഹത്വമുള്ള രൂപമാക്കി തീർക്കുവാൻ ദൈവത്തിന് സാധിക്കുകയും അതിലൂടെയാണ് ഈ രണ്ട് വിള്ളലുകൾക്ക് അല്ലെങ്കിൽ അനുരഞ്ജനത്തിൻ്റേതായിട്ടുള്ള ഒരു കാര്യം ഉണ്ടാവുകയും ചെയ്തത് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. സന്തോഷ്, കർത്താവായ യേശു ക്രിസ്തു നമ്മെ ദൈവത്തോട് അനുരഞ്ജനപ്പെടുത്തി ഒരു നിരപ്പിൻ്റെ അനുഭവത്തിലൂടെ ആക്കി തീർത്തു. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു ആദ്യം മുതൽ ദൈവത്തോടൊപ്പം വസിച്ചിരുന്നുവെന്നും അവർ ഇരുവരും ഒന്നാണ് എന്നും അവർക്ക് ഏക മനസ്സുള്ളവരാണ് എന്നും നാം വിശ്വസിക്കേണ്ടതിൻ്റെ പ്രാധാന്യം എന്താണ്? യേശു ഈ ഭൂമിയിലായിരുന്നപ്പോൾ തൻ്റെ ദൈവികത്വം ഉറപ്പിക്കുകയാണ് ചെയ്തത്. കാരണം ആ ഒരു തൻ്റെ പ്രവർത്തികളിലൂടെ, തൻ്റെ സ്വഭാവത്തിലൂടെ, അത് ദൈവത്തിൻ്റെ സ്വഭാവം മനസ്സിലാക്കുമ്പോൾ തന്നെ നമുക്ക് ആ ദൈവികത്വം കൃത്യമായി ഉറപ്പിക്കണമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ രക്ഷാപദ്ധതിയുടെ പൂർണ്ണമാക്കൽ അതും ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ ചെയ്തതാണ്. കാരണം ആദം പാപം ചെയ്ത് അവൻ ദൈവതേജസ് നഷ്ടപ്പെട്ടവനായിരുന്നുവെങ്കിലും ക്രിസ്തുവിലൂടെ അത് വീണ്ടെടുക്കപ്പെട്ടു കൊടുത്തു എന്നുള്ളത് വളരെ യാഥാർത്ഥ്യമായ ഒരു കാര്യമാണ്. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ തൻ്റെ ആ ജീവിതത്തെയും കൊണ്ട് ഈ ദൈവത്തിൻ്റെ സ്വഭാവത്തെ ഈ ലോകർക്ക് കാണിച്ചു കൊടുക്കുകയും ദൈവം ആരാണ് എന്ന് മനസ്സിലാക്കി കൊടുക്കുകയും അത് തൻ്റെ ജീവിതത്തിലൂടെ അത് പ്രാവർത്തികമാക്കുകയും ചെയ്തതാണ് കർത്താവായ യേശു ക്രിസ്തു. കർത്താവായ യേശു ക്രിസ്തു ഒരു പെർമനൻറ്റ് ബീയിങ് ആണ്, ദൈവത്തോട് തുല്യനാണ്, ദൈവമാണ് എന്ന് വേദപുസ്തകം പഠിപ്പിക്കുകയും സെവൻത് അഡ്വെൻറ്റിസ്റ്റ് സഭ അപ്രകാരം വിശ്വസിക്കുകയും ചെയ്യുന്നു. ഇന്ന് പലരും യേശു ദൈവവുമല്ല, യേശു ദൈവത്തിൻ്റെ പുത്രൻ മാത്രമാണ്, ആ പുത്രൻ ആരാധന യോഗ്യനല്ല, ആ പുത്രന് രണ്ടാം വരവിന് ശേഷം ഒരു പങ്കില്ല എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്നതായ പല വിധത്തിലുള്ള ഉപദേശങ്ങൾ ഉള്ള ഒരു സ്ഥലത്താണ് കൊലോസ്യർക്ക് എഴുതിയ ലേഖനത്തിലൂടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, അവനിലല്ലോ ദൈവത്തിൻ്റെ സകല സമ്പൂർണ്ണതയും ദേഹരൂപത്തിൽ വസിക്കുന്നത്. ആയതുകൊണ്ട് ദൈവത്തിൻ്റെ അടുക്കൽ പോകുന്നവർക്കെല്ലാം വഴികാട്ടിയും വാതിലുമായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ നാം വിശ്വസിക്കേണ്ടത് വളരെ പ്രധാനമാണ്. അങ്ങനെ വിശ്വാസമില്ലാത്തവർക്ക് ദൈവരാജ്യത്തിൽ കടക്കുവാൻ തക്കവണ്ണം കഴിയുകയും ഇല്ല. നമ്മുടെ പ്രേക്ഷകരും നമ്മളെല്ലാവരും അത്തരത്തിൽ വിശ്വസിച്ച് ദൈവരാജ്യത്തിൽ കടക്കുന്നവരാകുവാൻ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് പാസ്റ്റർ മഹേഷുമായിട്ട് പ്രാർത്ഥിക്കും. സ്നേഹവാനും പരിശുദ്ധനുമായിരിക്കുന്ന അടിയുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ നല്ല പിതാവാം ദൈവമേ, അങ്ങയെക്കുറിച്ച് അടിയുടെ ദൈവം ആരാണ് എന്നതിനെക്കുറിച്ച് മനസ്സിലാക്കുവാൻ എൻ്റെ ദൈവം അങ്ങയുടെ ആത്മാവിലൂടെ അവിടെ ഇടപെട്ട വലിയ കൃപകൾക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവേ. പുത്രനായ ക്രിസ്തുവിലൂടെ അടിയക്ക് നിത്യജീവനെ പ്രദാനം ചെയ്തിരിക്കുന്ന വലിയ കൃപകൾക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു. ആ നിത്യജീവൻ ഓഹരിക്കാരായി കൊണ്ട് അടിയങ്ങൾ ജീവിക്കുവാൻ എൻ്റെ ദൈവം ഈ ചർച്ചയിലുടനീളം കൂടെ ഇരുന്ന വലിയ കൃപകൾക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു. സർവ്വവും യേശു നാം ചോദിക്കുമ്പോൾ സ്വർഗസ്ഥ പിതാവേ. കർത്താവിൽ പ്രിയ ദൈവമക്കളെ, കർത്താവായ യേശു ക്രിസ്തു ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ പോകുന്നില്ല എന്നും കർത്താവ് പറഞ്ഞു. ക്രിസ്തുവിലൂടെ ദൈവരാജ്യം കരഗതമാക്കുവാൻ ദൈവം നമ്മെ ഏവരെയും സഹായിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.